ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വിന്താലുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയാലും പൊറോട്ടയുടെ കൂടെയാലും ഗീ റൈസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ട് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന, അത് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ വിന്താലുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത കാര്യങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ചിക്കൻ വിന്താലു റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 3/4 കിലോ അളവിലാണ് കേട്ടോ ചിക്കൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയ ഒരു മീഡിയം കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കൻ വിന്താലു റെഡിയാക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കുക. അടുത്തത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക. ഇനി 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. അടുത്തത് 2 ഏലക്കായ, ഇതുപോലൊരു ചെറിയ പീസ് അളവിൽ പട്ട ചേർത്ത് കൊടുക്കുക. 3 ഗ്രാമ്പൂ, ഇനി 3/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ചൂടായി റോസ്റ്റായി വരണം, നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ആ ഒരു സമയം വരെ നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് ഇളക്കിയിട്ടൊക്കെ. അതുപോലെ തന്നെ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യണേ. കാരണം ലോ ഫ്ലെയിമിൽ ഇടാതെ ഹീലൊക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് റോസ്റ്റായിട്ട് കിട്ടും, പക്ഷേ കരിഞ്ഞ ഫ്ലേവർ ആയിരിക്കും നിൽക്കുക. ആ ഒരു നല്ല കറിയുടെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊന്നും നിൽക്കില്ല കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്ലെയിമിൻ്റെ കാര്യം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് ഈ ഒരു സെയിം പാനിൽ തന്നെ ഒരു 8 വറ്റൽ മുളക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല കളറും ഉണ്ടാവും, എരിവ് വളരെ കുറവുമായിരിക്കും. അങ്ങനെ ഒട്ടും എരിവൊന്നും ഉണ്ടാവില്ല, ആ ഒരു രീതിയിലല്ലേ കാശ്മീരി മുളക്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാ വറ്റൽ മുളക് ഉള്ളതാണെങ്കിൽ ഇത്രക്കൊന്നും ഇടണ്ട കേട്ടോ, ഒരു 3-4 ഇട്ടാൽ മതി, കാരണം എരിവ് അല്ലാതെ കൂടിപ്പോവും. അപ്പോൾ കഴിവതും ഇത് ഉണ്ടെങ്കിൽ ഈ ഒരു കാശ്മീരി തന്നെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക, എന്നാൽ നല്ലൊരു കളർ കിട്ടും നമ്മളെ കറിക്ക്. അതുപോലെ തന്നെ ഈ നമ്മളെപ്പോഴും വറ്റൽ മുളക് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുളകിൻ്റെ ഈ ഒരു തണ്ടില്ലേ, ഇത് നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പൊട്ടിക്കാതെ ഇതുപോലെ ഡയറക്റ്റ് ഒന്നിച്ചിട്ടിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കുകയോ അരച്ചെടുക്കുകയോ ഒക്കെ ചെയ്യുമല്ലോ, ആ ഒരു സമയത്ത് ഈ തണ്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ തണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ പുറത്ത് വരുമല്ലോ, ഈ മുളകിൻ്റെ ഉള്ളിലല്ലേ, ആ ഒരു കുരുവൊക്കെ പുറത്ത് വന്നിട്ട് നന്നായിട്ട് കരിഞ്ഞു പോകും ആ കുരുവല്ല. അപ്പോൾ നമ്മുടെ മുളകിൻ്റെ ആ ഒരു കരിഞ്ഞ ഫ്ലേവർ ആയിരിക്കും മുന്നിൽ നിൽക്കുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു ടിപ്പായിട്ട് നിങ്ങൾ എടുത്തോളൂ കേട്ടോ. നിങ്ങൾ ഏതൊരു ഐറ്റത്തിനും നമ്മൾ ചില സമയത്തൊക്കെ എന്തിനെങ്കിലും മുളകൊന്നും ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുമല്ലോ, അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു തണ്ട് പൊട്ടിക്കാതെ ഡയറക്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റായി വരണം, നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. ആ ഒരു സമയം വരെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ട് നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ആ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ വിന്താലു റെഡിയാക്കാനായിട്ടില്ല ചെറിയൊരു അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. നമ്മൾ ഈ റോസ്റ്റ് ചെയ്ത് വെച്ച മസാലയൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഞാനിപ്പോൾ 5-8 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി റോസ്റ്റ് ചെയ്ത് വെച്ചില്ലേ, അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ മല്ലി കുരുമുളക് സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച മുളക് ഇതുപോലെ തണ്ട് പൊട്ടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക, സുർക്ക ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരുന്നത്. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയില്ല, ഒന്ന് ക്രഷ് ചെയ്തിട്ടൊക്കെ എല്ലാം ഒന്ന് ഒതുക്കി എടുത്തിട്ട് വരുന്നത്. എന്നിട്ട് അല്പം വെള്ളവും ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുക്കണം കേട്ടോ, പേസ്റ്റായിട്ട്. അപ്പോൾ ആദ്യം ഒന്ന് ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ട് വരുന്നത്.
ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിലെല്ലാം ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചൊരല്പം ഈ ഒരു മിക്സ് ഒന്ന് നന്നായിട്ട് ഫൈനായിട്ട് അരയാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരുന്നു. ഒരല്പം വെള്ളം മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട, ഏതാണ്ട് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം മതിയാകും. ഇനി ഞാനിത് ഒന്നുകൂടി നല്ല ഫൈനായിട്ടൊന്ന് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ട് നല്ല പേസ്റ്റായിട്ട് ഒന്നും അരയാതെ ഇല്ല കേട്ടോ, നന്നായിട്ട് തന്നെ അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെയാണ് ചിക്കൻ വിന്താലു റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ കറി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഓയിൽ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണേ, എങ്കിലേ ഈ ഒരു കറിക്ക് ആ ഒരു പെർഫെക്ഷനും ഉണ്ടാവും, നല്ല തിക്നെസ്സും ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ചോപ്പറിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടെങ്കിൽ സവാള ചേർത്ത് കൊടുക്കുക. അല്ലാതെ നീളത്ത് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ. ഈ ഒരു ഗ്രേവിയുടെ പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ഒരു രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. സവാളയിലേക്ക് ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നിച്ചിട്ട് തന്നെ. എന്നിട്ട് നന്നായിട്ട് നമുക്കിത് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് കളറൊക്കെ മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് അടപ്പ് തുറന്നിട്ട് ഇളക്കാൻ വേണ്ടി ശ്രദ്ധിക്കരുത്. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് അടിക്കൊന്നും പിടിക്കില്ല, എന്നാലൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അത്യാവശ്യം നല്ലതുപോലെ തന്നെ വഴലണം, എങ്കിലേ ആ ഒരു നല്ല ടേസ്റ്റും തിക്നെസ്സും ഒക്കെ കിട്ടുള്ളൂ കേട്ടോ കറിക്ക്. ഇപ്പോൾ കണ്ടില്ല, നമ്മുടെ സവാള അത്യാവശ്യം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് വട്ടത്ത് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചേർത്തല്ല, അതിൻ്റെയൊക്കെ പച്ചമണം മാറി കിട്ടുന്നത് അത്യാവശ്യം നന്നായിട്ട് തന്നെ സമയം എടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക, എങ്കിലേ ആ ഒരു പച്ചമണമൊക്കെ നന്നായിട്ട് മാറി കിട്ടുള്ളൂ, എങ്കിലേ കറിക്ക് കൂടുതൽ ടേസ്റ്റും കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ധൃതിയിൽ പെട്ടെന്ന് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കറിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ കുറച്ച് അത്യാവശ്യം സമയം എടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണേ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യം ശ്രദ്ധിക്കണേ. ഇപ്പോൾ നമ്മുടെ മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി നന്നായിട്ട് വെന്തുടയുന്നവരെ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, കാരണം ചിക്കൻ എന്തായാലും വേവുന്ന സമയം കൊണ്ട് തക്കാളിയൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളിയൊക്കെ ചെറുതായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടില്ല, നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ള ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചിക്കൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യണേ, കാരണം നമ്മൾ മസാലയൊക്കെ ചിക്കനിലൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിൽ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ ടു 1/2 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ ചേർക്കണം കേട്ടോ, കാരണം ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെറുതായിട്ടുള്ള ഒരു പുളിപ്പും മധുരവും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു ഗ്രേവിയാണ് ഈ ഒരു ചിക്കൻ വിന്താലു എന്ന് പറയുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിർബന്ധമായിട്ടും ചേർക്കുക. 1/2 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ശർക്കരയുടെ ഒരു ചെറിയ പീസ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഒന്ന് കുത്തിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ ഏതാണ്ട് പകുതി 3/4 ഭാഗത്തോളം വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരുമല്ലോ. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെയാണ് അടച്ച് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ചിക്കൻ ഇട്ട് കൊടുത്ത സമയത്ത് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വീഡിയോയിൽ എന്തോ കാരണവശാൽ വീഡിയോ ഓഫായി പോയതുകൊണ്ട് പിടിച്ചിട്ടില്ല. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ ചേർക്കുക കേട്ടോ. കുറച്ച് മഞ്ഞപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ടു 1/2 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കുക.
ഇനി നമുക്ക് അടുപ്പ് തുറന്നിട്ട് ചെക്ക് ചെയ്യാം എന്തായെന്നുള്ളത്. കണ്ടില്ല, നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ ചിക്കനിലേക്ക്. പക്ഷെ അത്യാവശ്യം ചിക്കൻ മുങ്ങി നിൽക്കുന്ന പാകത്തിന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കൊന്ന് അടിക്ക് പിടിക്കുമെന്നൊക്കെ ചെക്ക് ചെയ്യണം, നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ വെച്ചത് കൊണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇപ്പം ചിക്കൻ ഏതാണ്ട് ഒരു 1/4 ഭാഗത്തിൻ്റെ അടുത്തായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവിയോട് കൂടിയിട്ട് ഈ ഒരു കറി ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 ഗ്ലാസ് വെള്ളമൊക്കെ ഈ ഒരു സ്റ്റേജിൽ ഒഴിച്ചു കൊടുക്കുക. പക്ഷെ ഞാനിവിടെ വെള്ളം ഒഴിക്കുന്നില്ല, എനിക്ക് ഒരുപാട് ഗ്രേവി ആവശ്യമില്ല. ഈ ഒരു തിക്ക് ഗ്രേവി ആയിട്ട് തന്നെയാണ് കിട്ടേണ്ടത്. അപ്പോൾ ഈ ഒരു ശരിക്കും ഈ ഒരു ചിക്കൻ വിന്താലുവിൻ്റെ റെസിപ്പി ഇതുപോലെ തിക്ക് ഗ്രേവി ആയിട്ടാണ് കേട്ടോ. ശരിക്കുള്ള പെർഫെക്ഷൻ ഇതുപോലെയാണ്. പക്ഷെ നിങ്ങൾക്ക് വീട്ടിലൊക്കെ കുറച്ച് ആൾ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവിയുടെ ഒക്കെ അല്ലേ സംഭവം വേണ്ടി വരിക. അങ്ങനെയാണെങ്കിൽ കുറച്ച് വെള്ളം ഈ ഒരു സ്റ്റേജിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെത് ഏതാണ്ട് ഒരു 1/4 ഭാഗത്തോളം വേവ് ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് മുഴുവനായിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ചിക്കൻ വിന്താലു റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സോട് കൂടിയാണ് കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, ചെറിയൊരു പുളിപ്പോ മധുരമൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്